വാപ്പ എന്താണ് ജമാഅത്തിന് പള്ളിക്ക് കണ്ടില്ലല്ലോ എന്ന് പറയും, എന്താ ഖുറാൻ ക്ലാസ്സിന് പോകാഞ്ഞെന്ന് ചോദിക്കും. ഇങ്ങനെ പറയുന്ന മാതാപിതാക്കൾ ഭാരമായിട്ട് ആർക്ക് തോന്നുകയാണ് അല്ലേ? ഇപ്പം ഇന്നിപ്പോൾ നമ്മളെ സമൂഹത്തിൽ മോശപ്പെട്ട വാപ്പിമ്മ ആരാ? ദീന് പറയുന്ന വാപ്പിമ്മയാണ് അല്ലേ? കുട്ടികളെ സിനിമക്കും നാടകത്തിനും ടൂറിനും ഒക്കെ പറഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ള വേഷം ധരിച്ച് പോകുക, അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം വാങ്ങി കൊടുക്കുക, ഓരോ ഇഷ്ടമുള്ള മാതിരി കൊണ്ടുനടക്കുക. ഇങ്ങനെയുള്ള വാപ്പാരും ഉമ്മാരിയും മക്കൾക്ക് എന്തുണ്ടാവില്ല? ഒരു അനിഷ്ടം ഉണ്ടാവില്ല, ഒരു ഇഷ്ടക്കേടും ഉണ്ടാവില്ല. ഒരു നല്ല മുന്തിയ വാപ്പാരേക്കാരം, മുന്തിയ അമ്മാരേക്കാരം. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? സമൂഹത്തിൽ ഇപ്പം ശരി അപ്പോൾ ഈ ദീന് പ്രയാസമാക്കി മാറ്റുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യണത്, ആളുകൾക്കിടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിലേക്ക് അപ്പോൾ ഈ ദീന് വിട്ടുപോവാണ്. ഇപ്പം എന്തോ ഒരു പുതിയ പ്രയോഗമില്ലേ, എന്താണ് ദീന് വിട്ട പെണ്ണോ, മതം വിട്ട പെണ്ണ് അല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ പ്രയോഗങ്ങൾ വരെ ഉണ്ട് ഇപ്പം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇതൊരു ഇടങ്ങേറാണ് എന്നതാണ്. പക്ഷെ അള്ളാഹ് പറയുകയാണെന്ത്, ഈ മതം ആരതാ? അള്ളാഹിൻ്റെ മതമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഈ മതത്തിൽ ഒരു നിർബന്ധവും വെച്ചിട്ടില്ല. ഒരാൾക്ക് കഴിയാത്തൊരു കാര്യവും അവനെ കൊണ്ട് നിർബന്ധിക്കുന്നില്ല. അള്ളാഹു പറഞ്ഞതൊക്കെയും ഒരു മനുഷ്യൻ്റെ അന്തസ്സിനും അഭിമാനത്തിനും സമാധാനത്തിനും ഒക്കെ പറ്റിയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇസ്ലാമിൻ്റെ വേഷവിധാനങ്ങൾ നോക്കി, അതെന്താ? വല്ലാത്തൊരു അന്തസ്സാണ്, സുരക്ഷിതത്വമാണ് അല്ലേ? ഇപ്പോൾ ഈ ഒരു 18 വയസ്സായ ഒരു പെൺകുട്ടി, 16 വയസ്സായ ഒരു പെൺകുട്ടി, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് നല്ല ടൈറ്റുള്ള ഡ്രസ്സും ഒരു മിഡിയും ടോപ്പൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അങ്ങാടി കൂടെ പോണ ഒരു ഉമ്മയും മോളും ആണെങ്കിൽ ആ അമ്മക്ക് ഈ മോളി നോക്കണം, നാട്ടിലെ ഉമ്മന് നോക്കണം, എൻ്റെ മോൾ ആരെങ്കിലും നോക്കുന്നുണ്ടാവും, നോക്കണം അല്ലേ? ബേജാറാണ്. അതേ സമയത്ത് ഒരു ലൂസുള്ള വസ്ത്രം ധരിച്ച്, ഒരു പർദ്ദട്ട് ഒരു ലൂസുള്ള വസ്ത്രം ധരിച്ച് മോളാണ്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അമ്മക്കൊരു ബേജാറും ഇല്ല, ഒരു ടെൻഷനും ഇല്ല. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയണത്? അപ്പോൾ ആളുകൾ പല രൂപത്തിൽ ആളുകൾ സാഹചര്യങ്ങൾ ചുറ്റുപാടുകളൊക്കെ ഉണ്ടാക്കും. ഇസ്ലാമിൻ്റെ വേഷം വളരെ അന്തസ്സാണ്, വളരെ അഭിമാനമാണ് ഇസ്ലാമിൻ്റെ വേഷം. എല്ലാ നിലക്കും സുരക്ഷിതത്വമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിങ്ങൾ, ഓരോ കാര്യങ്ങളും സമാധാനം സന്തോഷം നൽകുന്ന കാര്യം. ഒരിക്കലും ഒരു ഇടങ്ങേറും മതം അംഗീകരിച്ച്, മതം സ്വീകരിച്ച്, ഇസ്ലാം സ്വീകരിച്ച് ഇടങ്ങേറായി എന്ന് ഒരാൾക്കും. പിന്നെ ആരത് പറയൽ? അല്പജ്ഞാനമുള്ള ആൾക്കാർ, വിവരമില്ലാത്ത ആൾക്കാർ, ഇതിനെപ്പറ്റി മനസ്സിലാക്കാത്ത ആൾക്കാർ. ഇനി വേറൊന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് അനുഭവിക്കാത്ത ആൾക്കാർ, ഏറ്റവും പ്രധാനത ഇത് അനുഭവിക്കാത്ത ആൾക്കാർ. ഒരു നമുക്ക് അനുഭവത്തിലുള്ളൊരു അനുഭവിച്ചൊരു കാര്യം അനുഭവിക്കാത്തൊരു കാര്യം തമ്മിൽ ഇപ്പോൾ എത്ര പറഞ്ഞാലും കാര്യമില്ല. ഇപ്പോൾ ഒരാൾ ഇതേവരെ ഊട്ടിയിൽ പോയിട്ടേ ഇല്ല ഒരാൾ. അപ്പോൾ ഒരാൾ ഊട്ടി ഭയങ്കരമാണ് ഊട്ടി, അയാളിങ്ങനെ കുറേ കേൾക്കുന്നുണ്ട്. പക്ഷെ അയാൾ ഊട്ടിയിലെ തണുപ്പും അവിടെയുള്ള ആ സൗന്ദര്യവും അതിൻ്റെ ആ മലമടക്കുകളും അതിൻ്റെ ആ ഒരു ഭംഗിയൊന്നും അയാൾ ആസ്വദിച്ചിട്ടില്ല, അയാൾ പോയിട്ടില്ല വിചാരിക്കുക. ഇയാളത് അനുഭവിച്ച ഒരാളും അനുഭവിക്കാത്ത ഒരാളും തമ്മിൽ വ്യത്യാസം ഉണ്ടോ ഇല്ലേ? ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഉറപ്പാണ്. ഇസ്ലാമിൻ്റെ സമാധാനവും സന്തോഷവും അനുഭവിക്കണം ഓരോരുത്തരും. അപ്പോഴാണ് എന്ത് ചെയ്യുക? അതിനെ കൂടെ ഇപ്പോൾ ഈ കവയത്രി മാധവിക്കുട്ടി ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ അവർ അവസാന കാലത്ത് അവർ പറയുന്ന കാര്യങ്ങളുണ്ട്. അവരെന്ന് പറഞ്ഞാൽ നല്ല ഭൗതിക ജ്ഞാനമുള്ള ആളാണ്, നല്ല ബുദ്ധി ഇതുള്ള ആളാണ്, നല്ല ഭാവന ഉള്ള ആളാണ്, ഒരുപാട് കവിതകൾ രചിച്ചു, കഥകൾ രചിച്ചിട്ടുണ്ട്, പലതുണ്ട്. അങ്ങനെ അവർ അവസാനം ഈ ശരിക്കും ഈ ഭൗതികതയുടെ ആസ്വാദനങ്ങൾ, ഇതിൻ്റെ സൗന്ദര്യവും ഇതിൻ്റെ വർണ്ണനയും ഒക്കെ അവരുടെ കവിതകളിലൊക്കെ ഉള്ളത്. ഒരു സ്ത്രീയെപ്പറ്റി, സ്ത്രീൻ്റെ സൗന്ദര്യത്തെപ്പറ്റി, നാടിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെയുള്ള കവിതകളും ഇതൊക്കെയാണ് അവർ പറഞ്ഞത്. അവസാനം അവർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവർ പറയുന്നുണ്ട്, ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവർക്ക് കിട്ടിയ വസ്ത്രം, അവർ ധരിച്ച വസ്ത്രം, അവർ അനുഭവിച്ച ഇസ്ലാം, അവർ പറയുന്നുണ്ട് അവർക്കുണ്ടായിരുന്ന സമാധാനം, അവർക്കുണ്ടായ സന്തോഷം, അവർക്കുണ്ടായിട്ടുള്ള അവർ എത്ര അന്തസ്സോടുകൂടി അവർ ആദ്യമൊക്കെ അവർ പുറത്തു പോകുമ്പം അവർക്കൊരു അവർ ധരിച്ച വസ്ത്രത്തെക്കുറിച്ചൊക്കെ അവർക്ക് ഭയങ്കരമായൊരു ബേജാറാണ്. ഇതൊക്കെ അവിടെയും ഇവിടെ കാര്യങ്ങൾ കാണുന്നതൊക്കെ അങ്ങനെ അതിൽ നിന്ന് ഇസ്ലാമിൻ്റെ വേഷം ധരിച്ചപ്പോൾ അവർക്ക് സുരക്ഷിതമായി അവർ യാത്ര ചെയ്തതും അവരങ്ങനെ ആ ഒരു ബോധത്തോടു കൂടി ജീവിച്ചതൊക്കെ അവർ പറയുന്നുണ്ട്. അതെന്താ? ഒരു അനുഭവമാണ്. രണ്ടും അനുഭവിച്ചിട്ട് വ്യത്യസ്തമായത് അവർ തിരിച്ചറിയണം. പറയാൻ മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ ഇസ്ലാമിനെ എന്ത് ചെയ്യണം? അനുഭവിക്കണം. ഇസ്ലാമിനെ അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാവണം. അപ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രഥമമായ കാര്യമാണ്, അതിൻ്റെ കവാടമാണെന്ത്? ഇസ്ലാമിക സൗന്ദര്യത്തിൻ്റെ കവാടമാണ് ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അപ്പോൾ ഇനി ചിലപ്പം ചില പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ചില ഘട്ടങ്ങളിൽ നമുക്കിതൊരു ഇടങ്ങാറായിട്ട് തോന്നുമോ എന്നുള്ളിടത്താണ് അള്ളാഹു ഈ 5 സ്ഥലത്ത് പറഞ്ഞത്.
അതിൽപ്പെട്ട ഒന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചത്. അത് നമ്മൾ തുടങ്ങി വെച്ചു അല്ലേ? എന്താ തുടങ്ങി വെച്ചത്? ഉമ്മമാർക്ക് നിർബന്ധമായ കാര്യം, വാപ്പാർക്ക് നിർബന്ധമായ കാര്യം അല്ലേ? ഞാൻ ആവർത്തിക്കാം. എന്താ ഉമ്മാർക്ക് നിർബന്ധമായ കാര്യം? 2 കൊല്ലം കുട്ടിക്ക് തുടർച്ചയായി കുറച്ച് ഇടങ്ങേറും പ്രയാസമുള്ള സംഗതിയാണ്. ഞാൻ സത്യത്തിൽ ഇന്ന് എനിക്കുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ എൻ്റെ അനുഭവം പറയാണ്. എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ ഈ ഉമ്മാരെ പറ്റി പറയുന്നൊരു വാക്കുണ്ട്. എന്താ ഉമ്മാരാരാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും പിന്നെ വഹനൻ അല വഹനീൻ. ഖുർആൻ പറയാം ഉമ്മുഹു ഖുർഹാൻ അല ഖുർആൻ്റെ പ്രയോഗമാണ്. എന്താ പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചു ഉമ്മാർ. പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചു. അത് എവിടെയാണ് പറഞ്ഞതെന്നറിയോ? പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചു എന്നുള്ളത് ഗർഭം ചുമന്നു. പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചവർ ഗർഭം ചുമന്നു, പിന്നെ അതിനു മേൽ പ്രയാസം സഹിച്ച് പ്രസവിച്ചു എന്നൊക്കെ പറയും അല്ലേ? സത്യത്തിൽ ഈ പറഞ്ഞ കാര്യം ബോധ്യപ്പെടണമെങ്കിൽ എന്ത് വേണമെന്നറിയാം? അവനാൻ്റെ, ഞാൻ വാപ്പാരോടാണ് പറഞ്ഞ കേട്ടാ, മറുപടി ഞാൻ പിന്നെ പറയാം. അവനാൻ്റെ പെൺകുട്ടികൾ ഗർഭിണിയാവണം. നമ്മളെ ഭാര്യമാർ 5 എണ്ണം പ്രസവിച്ചിട്ടുണ്ടെങ്കിലും ആ ഭാര്യമാരെ ഗർഭത്തിൻ്റെ ഈ പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചു എന്നുള്ളതുണ്ടല്ല, നമുക്കത് ബോധ്യപ്പെടില്ല. എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. എന്നാൽ എനിക്ക് ഇന്നലെ ബോധ്യപ്പെട്ട സംഗതി എന്താ പറയുക? എൻ്റെ മകൾ ഗർഭിണിയാണ്. അതിൻ്റെ തുടക്കമാണ്. തുടക്കം 3-4 മാസം. ഈ സമയത്ത് അവൾ സഹിക്കുന്ന വേദന പറയും. ഇന്നലെ രാത്രി 12:30 മണിക്കൊക്കെ ആശുപത്രിയിലാണ്, ടിപ്പിട്ട് കിടക്കുക. ഭയങ്കര ക്ഷീണം, ഭയങ്കര പ്രയാസം, വേദനയുടെ മേലെ പ്രയാസം. അപ്പം ഇന്നലെ ഓരോ ദിവസം ഛർദി, ഓരോ ദിവസം കൊണ്ട് ആശുപത്രി കൊണ്ട് അങ്ങനെ കരിയുക. അപ്പം ഇന്നലെ രാവിലെ മുതലേ കാലുവേദന. അപ്പം കാല് ചുടുവെള്ളം പിടിച്ച് കൊടുക്കണം, തടഞ്ഞു കൊടുക്കണം. അപ്പം പപ്പാന്നാ വിളിക്കുക, ഉമ്മാനെ വിളിക്കൂല. കാരണം ഉമ്മാർക്ക് ഇതൊക്കെ അറിയാം, ഉമ്മാർക്ക് ഇതറിയാം ഇതിൻ്റെ മേലെ. അപ്പോൾ ഞാനിന്ന് രാവിലെ പറയും, പടച്ചോനെ അല്ല വെറുതെ അല്ല പറഞ്ഞത്, ഖുർആൻ അല വഹനൻ അല്ല, പ്രയാസത്തിന് മേൽ പ്രയാസം എന്ന് പറഞ്ഞത് വെറുതെ പടച്ചോൻ പറഞ്ഞൊന്നുമല്ല. അപ്പം വാപ്പാർക്ക് ഒരു പെൺകുട്ടിയാണെങ്കിൽ കഴിഞ്ഞും ചെയ്ത് കഥ. എനിക്കൊരു ബോളല്ലേ ഉള്ളൂ ഇത്. അപ്പോൾ എൻ്റെ റൂമിലാണ് കിടക്കണത്. മേലേക്ക് കോണി കയറരുതെന്ന് പറഞ്ഞിന്. അപ്പം അടിയിൽ റൂമിൽ കിടക്കുകയാണ്. അവിടെ കിടന്നിട്ട് വിളിക്കണം ഇവൻ എന്നെയാണ്. കാൽ തടവി കൊടുക്കണം, ഉഴിഞ്ഞു കൊടുക്കണം, ചുടുകൾ പിടിച്ച് കൊടുക്കണം, അതിൻ്റെ മേലെ മൂവ് തേച്ച് കൊടുക്കണം. കുറച്ച് ഉറക്കേണ്ടി വരുമ്പോഴത്തിനും പപ്പാന്ന് വിളിക്കണം. ഉമ്മാനെ വിളിക്കൂല. ഉമ്മതൊക്കെ സഹിച്ചാളാണ്. ഉമ്മാക്കാരെന്ത് ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളത് അറിയാം. അപ്പം ഇത് സാധാരണ ഒരു പ്രയാസമല്ല. പിന്നെന്താണ്? വഹനൻ അല വഹൻ, പ്രയാസത്തിനുമേൽ പ്രയാസം. ഇത് അള്ളാഹു വെറുതെ പറയും. ഇതൊക്കെ നമുക്കെന്താ, നമ്മൾ അനുഭവത്തിലൂടെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പം ഖുർആനികമായി കുറച്ചും കൂടി നമ്മൾ വായിച്ചൊക്കെ പഠിച്ച് ഇൽമ കൂടി ഉണ്ടെങ്കിൽ ഇത് ശരിക്ക് പടച്ചോനെ ഇതൊക്കെ ഹക്കാണല്ലേ പടച്ചോനെ ഈ പറഞ്ഞത്, ഇതൊക്കെ ഹക്കാണല്ലേ, നിൻ്റെ കലാം ഹക്കാണ്, കൗലുക്കൽ ഹക്ക്, നീ പറഞ്ഞതൊക്കെ എത്ര സത്യമാണ്. അള്ളാഹ് പറഞ്ഞത് കുറേ പെണ്ണുങ്ങൾ കുറേ പ്രയാസം സഹിച്ചു പ്രസവിച്ചു എന്നൊന്നും അല്ലല്ലോ, ആണോ? പെണ്ണുങ്ങൾ കുറേ വേദന സഹിച്ചു മുല കൊടുത്തുന്ന പ്രസവിച്ചു എന്നല്ലല്ലോ പറഞ്ഞേ. ആ വാക്ക് നോക്കി നിങ്ങൾ, എന്താ വാക്ക്? പ്രയാസത്തിനുമേൽ പ്രയാസം, കഷ്ടപ്പാടിനുമേൽ ക്ലേശത്തിനുമേൽ ക്ലേശം സഹിച്ചു. ആ പദം വരെ നിങ്ങൾ നോക്കി. നമ്മളെ പടച്ചോനല്ലാതെ എങ്ങനെ പറയാൻ പറ്റുക? അപ്പം ഈ കൗല് അള്ളാൻ്റെ ഈ വാക്ക് സത്യമാണെങ്കിൽ പടച്ചോനെ സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്, ഹിസാബ് സത്യമാണ്, വിചാരണ സത്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടൂലേ? ഇവിടെയാണ് ഇത് നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ച ആയത്ത് അള്ളാഹ് പറഞ്ഞത് മാതാക്കൾക്ക് ബാധ്യതയാണ്. എന്ത് ചെയ്യണം? 2 കൊല്ലം മുല കൊടുക്കണം. അത് അള്ളാഹു പറഞ്ഞു. അതും പ്രയാസമാണ്. എങ്ങനെ? ഈ വഹനിനെ പറ്റി, ഈ പ്രയാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പറയാ ഹംലുഹു വഫിസാലുഹു 30 ശഹ്റാ, പ്രസവിക്കലും ഗർഭം ചുമക്കലും കൂടി 30 മാസം. 1 മാസം 2 മാസം ഒന്നല്ല. നമുക്ക് ഒരു ദിവസം വേദന അല്ലേ, കതറൊക്കെ നമ്മൾ കാലും തടങ്ങിയിരിക്കുക, മുട്ടുകാലും കാലും വേദനയും തടങ്ങിയിരിക്കുക. ഞാൻ 30 മാസം, അത് ഏറ്റവും ചുരുങ്ങിയതിട്ടാ. 30 മാസം എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവുള്ളൂ? 2 കൊല്ലം എന്ന് പറയുമ്പോൾ എത്ര? 24. പിന്നെ എത്ര മാസം ബാക്കി? അപ്പം 2 ഗർഭം ചുമക്കലും മുല കൊടുക്കലും കൂടി 30 മാസം എന്നുള്ള പറഞ്ഞു. എങ്ങനെ? ഗർഭം ചുമക്കലും മുല കൊടുക്കലും എത്ര? 30 മാസം. അപ്പം മുല കൊടുക്കൽ എത്രയെന്ന് വേറെ പറഞ്ഞു? 2 കൊല്ലം അല്ലേ? അപ്പം 2 കൊല്ലം എന്ന് പറയുമ്പോൾ എത്രയായി? 24. അപ്പം ഗർഭം പിന്നെ എത്ര മാസമേ ഉള്ളൂ? അപ്പം അള്ളാഹു തആല പറഞ്ഞ തന്നെ ഏറ്റവും ചുരുക്കിയാണ് പറഞ്ഞത്. ഏറ്റവും ചുരുങ്ങിയ ഗർഭകാലാവസ്ഥ എത്രയാണ്? 6 മാസം. കല്യാണം കഴിഞ്ഞ് 6ാമത്തെ മാസങ്ങൾ മരുവോള് പ്രസവിച്ചാൽ കല്യാണത്തിന് മുമ്പേ ഗർഭം ഉണ്ടെന്ന് പറയണ്ട, പറയാൻ പറ്റൂല. ഇസ്ലാമിക കോടതിയിൽ പോവില്ല. ഇസ്ലാമിക കോടതിയിൽ ഒരു കേസ് എത്തിയാൽ
ആ ഒരു കേസെത്തിന്ന് വിചാരിച്ചോളേ. അപ്പോൾ അവിടെ ഇസ്ലാമിക കോടതിയിൽ ഒരു പെണ്ണ് കേസായി. എന്താ പറഞ്ഞ, കല്യാണം കഴിഞ്ഞ് വീട് കൂടിയിട്ട് രണ്ടാൾ ഒരുമിച്ച് താമസിക്കൽ തുടങ്ങിയിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. അപ്പോത്തിന് ഓളെന്താക്കി, പ്രസവിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളെ കണക്കിൽ എത്രയാണ്? 9 മാസവും 10 ദിവസവും. അതാണ് 10 മാസം തികയാന്ന് പറയാം. അപ്പോൾ അതായിട്ടില്ല. അപ്പം 6 മാസം കൊണ്ട് പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ കേസ് എടുക്കൂല. 5 മാസമാണ് കേസ് എടുക്കും. അപ്പോൾ അതിന് തെളിവെന്താ? ഈ ആയത്താണ്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ഗർഭകാലം എത്ര? അപ്പോൾ 6-ാം മാസത്തിൽ ഒരു പെണ്ണ് പ്രസവിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ബാഹ്യമായ ആന്തരികമായ എല്ലാ അവയവങ്ങളും ഉണ്ടാവും. നോർമൽ കേസാണെങ്കിൽ വലിപ്പ ചെറുപ്പം കിലോൻ്റെ കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? 2 മാസമൊക്കെ ഭൗതികമായ ഏതെങ്കിലുമൊക്കെ മറ്റേ യന്ത്രങ്ങളിലൊക്കെ ഇട്ട് വെക്കേണ്ടി വരും ചിലപ്പോൾ. അത് ഇതിന്ന് പാടാ. ഖുർആൻ എന്നൊക്കെ. കാരണം ഇതൊക്കെ ആരാ ആധികാരികമായിട്ട് പറയണ്ടി? അള്ളേന്ന് പറയണ്ടി. അള്ളാൻ്റെ കലാമിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. അപ്പം ഈ 30 മാസം ഞാൻ എടി പറയുന്നത് മാത്രം, ഈ 30 മാസവും പ്രയാസത്തിനു മേൽ പ്രയാസമാണ്. മുല കുടിക്കുന്ന ഒരു കുട്ടിയുള്ള ഒരു ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം അതല്ലാത്തൊരു പെണ്ണ് പോണ മാതിരി ഇറങ്ങി പോകാൻ പറ്റുമോ? വീട്ടിലെ പണിയെടുക്കാൻ പറ്റുമോ? ജോലി ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ദീനിന് പഠിക്കാൻ ഖുർആൻ ക്ലാസ്സിന് പോകാനും പിന്നെ പള്ളിയിൽ ജുമാക്ക് പോകാനും ഒക്കെ പറ്റുമോ? പ്രയാസമായിരിക്കും. ബാക്കിയുള്ള സ്ത്രീകൾ പോണ മാതിരി പോകാൻ കഴിയില്ല. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ട് അവർക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ആരുടെ മേൽ ബാധ്യതയാണ്? ഒരു പെണ്ണിൻ്റെ മേൽ. അപ്പോൾ ആണിൻ്റെ ബാധ്യത എന്താ? നിങ്ങൾ പറയില്ല. ആണിൻ്റെ ബാധ്യത എന്തിനു ഒരു പറയും? കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞതാ 2 കൊല്ലം പൂർണ്ണമായി പെണ്ണ് മുല കൊടുക്കണം എന്ന് പറഞ്ഞു. ഉമ്മാൻ്റെ മേൽ ബാധ്യത. അപ്പോൾ വാപ്പാൻ്റെ മേൽ എന്തേ ബാധ്യത പറഞ്ഞേ? നിങ്ങൾ പറയില്ല, ഓലെ പറയുള്ളൂ. എന്ത് ചെയ്യണം? ആ സമയത്ത് പ്രത്യേകമായി ഭക്ഷണവും വസ്ത്രവും കൊടുക്കണം. അത് പ്രത്യേകം എന്ന് പറയാൻ കാരണം എന്താ? അല്ലാത്ത സമയത്ത് എന്തായാലും കൊടുക്കണ്ടേ? നിങ്ങൾ ചോദിക്കും, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഒന്നുണ്ടാവില്ല. കഴിഞ്ഞ ക്ലാസ് വിശദമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. എന്താണ് ഈ സമയത്ത് വാപ്പാൻ്റെ മേൽ അവർക്ക് ഭക്ഷണവും വസ്ത്രവും മാന്യമായി കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അല്ലേ? അലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വ കിസ്വത്തുഹുന്ന ബിൽ. ഇങ്ങട്ടാണ് അള്ളാഹു പറഞ്ഞത് ലാ തുകല്ലിഫു നഫ്സുൻ ഇല്ലാ വുസ്അഹാ എന്ന് പറഞ്ഞത്. ആ വാപ്പാൻ്റെ പേരിൽ മാന്യമായി പെണ്ണിന് ഭക്ഷണവും വസ്ത്രവും കൊടുക്കണം. ഏത് മുല കൊടുക്കണ എന്തിൻ്റെ പേരിലാണ് പറഞ്ഞത്? മുല കൊടുത്തതിൻ്റെ പേരിൽ. ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഒരു വിവാഹബന്ധം വേർപെടുത്തി, അല്ലെങ്കിൽ ഒരു കുടുംബ പ്രശ്നം, ഞാൻ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചതാണ്. ഒരു കുടുംബ പ്രശ്നം ഉണ്ടായി, അകൽച്ചയുണ്ടായി, പെണ്ണ് ഓളെ പരി പോയി നിൽക്കുകയാണ്, കുട്ടിനെ കണ്ടുകൊണ്ട് പോയി, ഇവർ തമ്മിൽ ഡൈവോഴ്സിൻ്റെ പക്കത്ത് നിൽക്കുകയാണ്, പ്രശ്നമാണ്, കുടുംബത്തിൽ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പെണ്ണ് ഓളെ കുട്ടിനേറ്റ് അവിടെയാണെങ്കിൽ ആ സമയത്ത് എന്ത്? ഓൾ ഇവിടെ അല്ലല്ലോ, ഓൾ അങ്ങോട്ട് ഇന്നെ തെറ്റിപ്പോയതല്ലേ, ഇവിടെ നിന്ന് പോയതല്ലേ, ഗർഭമായപ്പോൾ തന്നെ പോയതല്ലേ, പിന്നെ ഓളോട് ഇങ്ങോട്ട് വന്നില്ലല്ലോ, പിന്നെ അവിടെ നിന്നല്ലേ പ്രസവിച്ചത്. ചിലവൊക്കെ ഓല് കൊടുക്കട്ടെ എന്ന് വിചാരിക്കരുത്. എന്ത് ചെയ്യണം? ആ പെണ്ണിന് ചിലവ് കൊടുക്കൽ ആരുടെ മേൽ ബാധ്യതയാണ്? ഈ വാപ്പാൻ്റെ മേൽ ബാധ്യതയാണ്. ഇനി തൊലാക്ക് ചെയ്തതിന് ശേഷം ഈ പെണ്ണ് മുല കൊടുക്കേണ്ടി വിചാരിച്ചോളി. എന്ത് ചെയ്യണം? 2 കൊല്ലം മുല കൊടുക്കണ കാലത്തോളം എന്ത് ചെയ്യണം? ചെലവിന് കൊടുക്കണം. അപ്പം ഇനി തൊലാക്കൊന്നും ഇല്ല വിചാരിച്ചോളി, ഒന്നും ഇല്ലാതിരിക്കട്ടെ, അൽഹംദുലില്ലാ, നമ്മളെ കുടുംബജീവിതത്തിലുള്ള പോലെ. അപ്പം ആ പെണ്ണ് അവളുടെ ആ പ്രയാസത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് മുഖവിലക്കെടുക്കണം, പരിഗണിക്കണം. എന്നിട്ട് പ്രത്യേകമായി നമ്മുടെ വകയായിട്ട് മാന്യമായ ഒരു ഗിഫ്റ്റ് എന്ത് ചെയ്യണം? അവർക്ക് കൊടുക്കുക, പ്രത്യേകമായിട്ട് കൊടുക്കുക. അതാണ് ഞാൻ പ്രത്യേകം കൊടുക്കണമെന്ന് പറയാൻ കാരണം. നമ്മൾ ഇനി ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതല്ലാത്ത സമയത്താണെങ്കിലും വസ്ത്രം വാങ്ങി കൊടുക്കണ്ടേ, ഭക്ഷണം കൊടുക്കണ്ടേ? നമ്മളെ മേലെ ബാധ്യതയാണല്ലോ, ആണുങ്ങളെ മേലെ ബാധ്യതയല്ലേ. അപ്പോൾ ഈ സമയത്ത് പ്രത്യേകം എടുത്ത് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ഒന്ന് കൊടുക്കുക. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അത് വല്ലാത്തൊരു ആത്മബന്ധമാണ്. നമ്മളെ കുട്ടിക്കാണ് ഓള് മുല കൊടുക്കുന്നത്, നമ്മളെ മകൾക്കാണ് മകനാണ് മുല കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവർ ആ ഒരു പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ച് നമ്മളെ കുട്ടികളെ നോക്കുമ്പോൾ നമ്മളൊന്നാണ്ട് ചെല്ലുമ്പോൾ എന്താണ്? എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് ഇട്ട് ചെല്ലുക, അത് ചെന്നുങ്ങാണ്ട് കൊടുക്കുക, ഒരു സ്നേഹം. അപ്പോൾ ഒരു മനസ്സുകൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകും, വല്ലാത്തൊരു ബന്ധം ഉണ്ടാകും. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ആയിട്ട് പോവുക, ഡ്രസ്സ് വാങ്ങി കൊടുക്കുക. അതിന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകാണ്ട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടുകാണ്ട് അതിൻ്റെ മേലെ കടത്തിന് മേലെ കടം കയറി അടങ്ങാറാകണം എന്നല്ല പറയണത്. ബിൽ മാറൂഫ് എന്ന് പറഞ്ഞ അർത്ഥം അത് അല്ല പറഞ്ഞു. മാറൂഫ് പറയാനുള്ള കാരണം, മാറൂഫ് എന്താ നമ്മൾ വേറെ പഠിക്കണം. മാറൂഫ് എന്നുള്ള പറയാൻ കാരണം എന്താ? ഒരിക്കലും ഹറാമായത് കൊടുക്കരുത്, ഹലാലായത് കൊടുക്കണം. അതുകൊണ്ട് കടബാധ്യത വന്നുകൊണ്ട് എന്താ വരുത്? പ്രയാസപ്പെടരുത്, ഉള്ളത് കൊടുത്താൽ മതി. കഴിവിൻ്റെ ഉള്ളിൽ നിന്നിട്ട് കൊടുക്കുക. അതാണ് ലാ തുകല്ലിഫു നഫ്സൻ ഇല്ലാ
ഓരോരുത്തർക്ക് കഴിയുന്നത് മാത്രം അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ളൂ, കൽപ്പിച്ചുള്ളത് കൊടുത്താൽ മതി. എന്നാലും എന്തെങ്കിലും കാരണം ഈ ഈമാനുള്ള ഭാര്യക്കറിയാം ഭർത്താവിൻ്റെ ജോലി എന്താണ്, ഭർത്താവിന് എത്ര കടമുണ്ട്, ഭർത്താവിന് എത്ര എന്തൊക്കെ പ്രയാസമുണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതറിയാത്തതാണ്. രണ്ട് കൂട്ടർക്കും ആരാ രണ്ട് കൂട്ടർ? സ്ത്രീകളും കുട്ടികളും. വലാ തുഅ്തു സുഫഹാ അംവാലുക്കും അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമൻ വർസുഖൂഹും. ഖുർആനാ. ആ സുഫഹ ആരാ അറിയോ? സ്ത്രീകളും കുട്ടികളും. ഒരു ആണിൻ്റെ അധ്വാനം അത് പെണ്ണിനെ അറിയിക്കണം, ഭാര്യ അറിയണം, മക്കളറിയണം. വാപ്പാര് എന്താ പറയുക, മക്കളെ അറിയിക്കാതെ വളർത്തും. പലർക്കും എന്താണെന്ന് വെച്ചാൽ നമ്മളെ കഷ്ടപ്പാട് എന്തിനാണ് നമ്മൾ കെട്ടുകളെയും മക്കളെ അറിയിക്കണമെന്നാ. ആ ചിന്ത ഉള്ളവരൊക്കെ പിന്നീട് കരഞ്ഞിട്ടുണ്ട്, പ്രയാസപ്പെട്ടിട്ടുണ്ട്. വാപ്പാക്ക് എന്താ ജോലി എന്ന് മക്കൾ അറിയണം. വാപ്പ രാവിലെ കൊടുക്കുകയാണ് ഈ പോകുന്നത് മക്കൾ അറിയണം. ഈ വാപ്പ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് മക്കൾ അറിയണം. വാപ്പാക്ക് ഇപ്പം എന്തൊക്കെ രോഗം ഉണ്ടെന്ന് മക്കൾക്ക് അറിയണം. വാപ്പ എന്തിനുള്ള മരുന്നാ കുടിക്കണമെന്ന് അറിയണം. ഇന്നത്തെ ഈ തലമുറയ്ക്ക് എത്ര ആൾക്കാർക്ക് അറിയും? രാവിലെ അമ്മ ഇറങ്ങുകയാണ് അടുക്കളയ്ക്ക്. 12, 13, 15, 18 ഒക്കെ വയസ്സുള്ള പെൺകുട്ടികളുണ്ടാകും. എന്താ പറയുക, പല അമ്മമാരും സങ്കടം പറയാല. ഞാനത് പറയാൻ കാരണം എനിക്ക് അനുഭവം. സ്കൂളിൽ മീറ്റിംഗ് ഒക്കെ ഉണ്ടാകുമ്പോഴേ, ഈ 10ാം ക്ലാസ്സിൻ്റെ മീറ്റിംഗ് ഒക്കെ ഉണ്ടാകും. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കണുള്ള 15 വയസ്സുള്ള കുട്ടികളാണ്. അപ്പോൾ നമ്മൾ മീറ്റിങ്ങിൽ പറയും, നിങ്ങൾ 10ാം ക്ലാസ്സാണ്, കുട്ടികളെ കൊണ്ട് വീട്ടിൽ നിങ്ങൾ ഫ്രീ കൊടുക്കണം, അവർക്ക് അവരെ പ്രയാസപ്പെടുത്തരുത്, ജോലികളൊന്നും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും, അവർക്ക് പഠിക്കാനുള്ള ടൈം കൊടുക്കണം എന്നൊക്കെ പറയും. അപ്പം അമ്മമാർ ചിരിച്ചിട്ട് എന്താ പറയുക അറിയോ? സാറേ ഞങ്ങൾ ഓലെക്കൊണ്ട് ഒരു പണിയെടുക്കലില്ല, ഓലത് വരെ ഒരു എന്താ പറയുക, സ്കൂൾ ഇട്ട് വന്നാൽ ഒരു ഉമ്മ പറഞ്ഞു, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആക്ഷൻ കാണിച്ചിട്ടാണ് പറഞ്ഞത്, ഓലത് വരെ ഓല് ഊരിങ്ങാണ്ട് തിരപ്പാക്കി ഇട്ട് പോകുന്ന പറഞ്ഞു എന്നോട്. ഓല അടിവസ്ത്രം വരെ ഞങ്ങളാ തിരുമ്പൽ, ഓല് ചെയ്യലില്ല, അത് വരെ ഞങ്ങളാ ചെയ്ത് കൊടുക്കലെന്നാ അമ്മമാർ പറയൽ. ഇത് പറയുമ്പോൾ പറഞ്ഞതാണ്. ഒരു അടുക്കളയിൽ ചെന്ന് മക്കളെ ഉമ്മാർ വിളിക്കില്ല. മരക്കളാണെങ്കിൽ പിന്നെ ചിലയിടത്ത് പ്രശ്നം ഉണ്ടാവും. മരക്കളാണെങ്കിൽ പിന്നെ ആ സമയത്ത് വരണതാക്കണൊക്കെ മരക്കളെ മക്കളായി കാണുകൊടുത്ത് ഈ പ്രശ്നം ഇതേ പ്രശ്നം തന്നെ അവിടെ ഉണ്ടാവുക, കൂടെ നിർത്തൂല. എന്നിട്ട് ഇവരിങ്ങനെ പേര് തന്നെ, ഇവരെ രാത്രി ആ ക്ഷീണം ഈ മക്കൾക്ക് അറിയില്ല എൻ്റെ അമ്മ എന്ത് മരുന്നാ കുടിക്കണേ, അമ്മക്ക് എന്താ അസുഖം ഉള്ളത്. ചില സമ്മാണ് കിടന്നാൽ പിന്നെ അന്ന് പേരിലൊന്നും ഉണ്ടാവില്ല, വാപ്പ പുറത്ത് കൊണ്ടുവരലാണ്, എൻ്റെ അമ്മക്ക് എന്താ പ്രശ്നം, എൻ്റെ അമ്മാൻ്റെ അസുഖം എന്താണ്, അറിയാത്ത എത്ര ആൾക്കാരുണ്ട്. ഒരു ഉമ്മനോട് പറഞ്ഞു, സാറേ ഓള് കിടന്ന ഗർഭപാത്രം, അവള് കിടന്ന ഗർഭപാത്രം ഇന്ന് എൻ്റെ ഉള്ളിലില്ല, അത് എടുത്ത് ഒഴിവാക്കിയത് വരെ എൻ്റെ മോളറിയില്ല എന്ന് ഒരു ഉമ്മ കരഞ്ഞ് പറഞ്ഞതാ. എൻ്റെ മോള് കിടന്ന ഗർഭപാത്രം ഇന്ന് എൻ്റെ മേത്തില്ല എന്നുള്ളത് എൻ്റെ മോളറിയില്ല, എൻ്റെ ഗർഭപാത്രം എടുത്ത് ഒഴിവാക്കിയത് എൻ്റെ മോളറിയില്ല സാറേ എന്ന്. ഇങ്ങനെയുണ്ട് ഒരു ഉമ്മാൻ്റെ സങ്കട. എവിടെ എത്തി നമ്മുടെ സമൂഹം എവിടെ എത്തിയെന്ന് ആലോചിച്ചോക്കെ. അവൾ 10 മാസം കിടന്ന ആ സാധനം എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നില്ല, അതെടുത്ത് ഒഴിവാക്കിക്കണേ. സ്ത്രീകൾക്കറിയും ഗർഭപാത്രം എടുത്ത് ഒഴിവാക്കിയ ഒരു പെണ്ണിൻ്റെ അവസ്ഥ എന്താണ്. ഗർഭപാത്രം എടുത്ത് ഒഴിവാക്കി ഓപ്പറേഷൻ കഴിഞ്ഞാൽ കുറേ ദിവസം പെണ്ണിന് അനങ്ങാൻ പറ്റൂല, ഇളകാൻ പറ്റൂല. അങ്ങനെ ഞാൻ എത്ര ദിവസം കിടക്കുക, ബ്ലീഡിങ് ആണ്, ബ്ലീഡിങ് വന്നിട്ട് കൺട്രോൾ ഇല്ലാതെ മരിച്ചുപോയി. എന്താ കാരണം? ഡോക്ടർ ചീത്തറിയാണ്. കാരണം ഈ ഗർഭപാത്രം എടുത്ത് ഒഴിവാക്കി 3 ദിവസം അനങ്ങാൻ പാടില്ല, ഭാരെടുക്കാൻ പാടില്ല, ബക്കറ്റ് എടുക്കാൻ പാടില്ല, പിന്നെ കനുള്ള ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതല്ലേ. 3 മാസമില്ല, ഒരു 2 ആഴ്ച കിടന്നിട്ട് പിന്നെ അമ്മ നീച്ച് പണിക്കിറങ്ങാണ്. എത്ര ദിവസം കിടക്കും, എത്ര ദിവസം ചെയ്യും? ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഭർത്താക്കന്മാർ പോലും, എനിക്ക് 4-5 മക്കളെ തന്ന ആ ഗർഭപാത്രം എടുത്ത് ഒഴിവാക്കി, അത് ചുമന്ന് എൻ്റെ പെണ്ണാണ് ഇവള്, അത് ഒഴിവാക്കിയാൽ ഓൾക്ക് റെസ്റ്റ് കൊടുക്കണം, വിശ്രമം കൊടുക്കണം, ഓളെ പ്രയാസപ്പെടുത്തരുത് എന്ന് ചിന്തിക്കുന്ന എത്ര ആണുങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതൊന്നും അള്ളാഹ് വെറുതെ പറഞ്ഞതല്ല. നമ്മുടെ സ്നേഹം, മാതൃത, മനസ്സിൻ്റെ ഐക്യം, യോജിപ്പ്, ഇതൊക്കെ സഹോദരങ്ങൾ വെറുതെ ഉണ്ടാവില്ല. ഇതൊന്നും വെറുതെ ഉണ്ടാവില്ല, ജീവിതത്തിലൂടെ അനുഭവങ്ങളിലൂടെ ഉണ്ടാകേണ്ട സംഗതിയാണ്. ഇതൊക്കെ നമ്മളെ കുട്ടികൾ കേൾക്കണം, നമ്മളെ മക്കൾ കേൾക്കണം. ഇതൊന്നും കേൾക്കാതെ പോകരുത്. അപ്പോൾ പലപ്പോഴും നമ്മൾ അറിയാതെ പോവുകയാണ്. പലപ്പോഴും നമ്മൾ പറയാതെ ഇത് വാപ്പാൻ്റെ കഷ്ടപ്പാട് മക്കൾ അറിയണം, അപ്പോഴിതുണ്ടാവുള്ളൂ. എൻ്റെ വാപ്പാക്ക് എത്ര വരുമാനം, എന്താ പറയുക. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങൾ വായിച്ചില്ലേ, കുട്ടി ആത്മഹത്യ ചെയ്യണം. എന്താണ്? വാപ്പ പറഞ്ഞൊന്നും വാങ്ങിത്തരണില്ല, ആഗ്രഹങ്ങളൊന്നും വാപ്പ നടത്തി തരണില്ല. സ്കൂളിൽ നിന്ന് ടൂറ് പോവുകയാണ്, എല്ലാവരും ടൂറ് പോവുകയാണ്. അപ്പോൾ ഗവൺമെൻറ് കഴിഞ്ഞ പ്രാവശ്യം നിയമം വരെ ഇറക്കി, 3-4 കുട്ടികൾ കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്തു. സ്കൂളിൽ നിന്ന് കുട്ടികൾ ടൂറ് പോവുകയാണ്. അപ്പം ഇന്ന വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണില്ല, വാപ്പ പറഞ്ഞയക്കണില്ല. എന്താ വാപ്പ പറഞ്ഞേക്കാൻ കാരണം? വാപ്പ കൊടുക്കാൻ പൈസ ഇല്ല. ഈ പോണ കുട്ടികളൊക്കെ വാപ്പാരൊക്കെ എന്താ ജോലി, അവരൊക്കെ ഓടുന്ന വരണമെന്നുള്ളത് അറിയണ്ടേ ഈ കുട്ടി. അപ്പോൾ ഈ കുട്ടിക്ക് ഒന്നും ഉണ്ടാവില്ല. ആ കുട്ടികളെ വാപ്പാരെ മാതിരിയല്ല എൻ്റെ വാപ്പ. ഈ 3 നേരം ഈ കുടിക്കണ കഞ്ഞന്നെ എൻ്റെ വാപ്പാക്ക് ഇന്ന അസുഖങ്ങളുള്ള വാപ്പയാണ്.
എൻ്റെ വാപ്പ കുറച്ചു കാലം ഗൾഫിൽ നിന്ന് പോയിട്ട് അവിടെ നിന്ന് പോകുന്നത് തന്നെ ഈ രോഗം ഉണ്ടായിട്ട് പോകുന്നതാണ്. എൻ്റെ വാപ്പാക്കൊന്നും പണിയൊന്നുമില്ല ഉള്ളതുകൊണ്ട്. അപ്പം എൻ്റെ വാപ്പാനോട് നിർബന്ധിക്കാൻ പറ്റൂല, വാപ്പാനോട് പറയാൻ പറ്റൂല. ആ കുട്ടികൾ വാപ്പാടൊന്നും പറയില്ല, അമ്മാട് പറയില്ല, നിർബന്ധിക്കൂല. അപ്പം നമ്മളെ മക്കൾ അറിയണം ഭർത്താവിൻ്റെ ജോലി എന്താണ്, വരുമാനം എന്താണ്, ഭാര്യ അറിയണം. അറിയാതെ വരുമ്പോഴാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുക. അത് അറിയുമ്പം ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ എങ്ങനെ ഒതുങ്ങണ്ടി. അപ്പുറത്തുമുള്ള ഏട്ടത്തിനെ കെട്ടിച്ചത് കുറച്ച് ഉള്ളോടുത്തേക്ക, അഞ്ചത്തിനെ കെട്ടിച്ചത് ഇല്ലാത്തോടത്തേക്ക, പാവപ്പെട്ട കൊടുത്തേക്ക. ഏട്ടത്തിനെ കെട്ടിച്ചത് കുറച്ച് ഉള്ളോടുത്താ, അഞ്ചൻ്റെത് കുറച്ച് ഇല്ലാത്തോടത്താണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് എൻ്റെ ഏട്ടത്തിൻ്റെ പെരമാതിരി ഞാൻ കാണാൻ പാടില്ല. മറ്റവൻ്റെ മൂത്തോള ഭർത്താവിന് ജോലി ഇന്നതാണ്, വരുമാനം എത്രമാത്രം ഉണ്ട്, അതുകൊണ്ട് ഓളോട് അതുണ്ട് ഇതുണ്ട് എന്ന് വിചാരിച്ചിട്ട് പാവപ്പെട്ട ഈ ഭർത്താവിനെ, ചെറിയ ജോലിയുള്ള ഭർത്താവിനെ ഞാൻ അങ്ങനെ നിർബന്ധിക്കാൻ പാടില്ല, ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് ഈ പെണ്ണിന് തിരിച്ചറിവുണ്ടാവും. അതിന് നിങ്ങൾ ഖുർആൻ ക്ലാസ്സിൽ കൊണ്ടുവരണം മക്കളെ. നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞിട്ട് പോകുന്നൊരു കാര്യമില്ല. പെൺകുട്ടികളെ കൊണ്ടുവരണം. 13, 14, 15, 18 വയസ്സുള്ള പെൺകുട്ടികളെ ആൺകുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇവരത് കേൾക്കണം, അവരറിയണം. അതാണ് അള്ളാഹ് പറഞ്ഞത്, ലാ തുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹ. പടച്ചോൻ പറഞ്ഞിട്ടില്ല, അവനാനെ കൊണ്ട് കഴിയണതല്ല, പടച്ചോൻ പറഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ പടപ്പുകൾ പറയാ. ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് പറയാണ്, നിങ്ങളെല്ലാവരും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒരു 2000 ഉറുപ്പിക നിങ്ങളെല്ലാവരും സെൻറ്ററിൽ നിന്ന് കൊണ്ടുവന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്താ കാരണം? എല്ലാവരും ഒരേപോലെ അല്ല അല്ലേ? അപ്പോൾ പടച്ചോൻ പറയാത്തത് പടപ്പുകൾക്ക് പറയാൻ പറ്റുമോ? ഇന്നിപ്പോൾ പടപ്പുകളോട് പറയുന്നുണ്ട്. ദീനിൻ്റെ പേരിൽ വരെ ഇന്ന് കണ്ടില്ല നിങ്ങൾ, പല സ്ഥലത്തിൻ്റെ പേരിലൊക്കെ നിർബന്ധ പീരീഡ് കണ്ടില്ല നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പൈസ കൊടുത്തിട്ടേ പോകാൻ പാടുന്ന പറഞ്ഞത്. ആ ആൾക്കാർ ബേജാറായിട്ട് കടം വാങ്ങി ആരുടെങ്കിലൊക്കെ വാങ്ങിക്കാണ്ടൊക്കെ ഇത് ചെയ്യുന്നുണ്ട് പല ആൾക്കാരും. അള്ള നിർബന്ധിക്കുന്നത് പടപ്പുകൾക്ക് നിർബന്ധിക്കാൻ പാടില്ല. ഇത് വെറുതെ സംഗതി അള്ള പറഞ്ഞതല്ല. അപ്പം ഉള്ളതിനനുസരിച്ച് എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പം ഒരു ദോസഞ്ചർ മിഠായി കൊണ്ടുവരാൻ എൻ്റെ ഭർത്താവിന് പറ്റുള്ളൂ. അപ്പോൾ അത് 2 വാങ്ങിക്കാണ്ട് കൊണ്ടുവന്നുകാണ്ട് ഇത് തിന്നോക്കെ അറിഞ്ഞതുപോലെ, അപ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കും ഈമാനുള്ള പെണ്ണ്. നിങ്ങളിപ്പോൾ അതാ കൊണ്ടെന്നും ചോദിക്കൂല, വേറെ ഒന്നും കിട്ടില്ലെന്ന് ചോദിക്കൂല. അതേ എൻ്റെ ഭർത്താവിന് കഴിയുള്ളൂ, അതുകൊണ്ട് അത് സന്തോഷത്തോടെ വാങ്ങും, സ്വീകരിക്കും. അവിടെയാണ് നിങ്ങൾ കൊടുക്കണത് മാറോഫ്, മാന്യമായ രൂപത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞത്. എല്ലാം ഉണ്ടായിട്ടും പിന്നെ ഇവിടെ കൊടുക്കണോടത്ത് പെണ്ണുങ്ങൾക്ക് കൊടുക്കാൻ മാത്രം പിശുക്ക് കാണിക്കരുത്. അങ്ങനെയുണ്ട് ചില ആണുങ്ങൾ, അങ്ങനെ ഉണ്ട്. എന്താണ്, ഓർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഒരു വാങ്ങും. ഡ്രസ്സൊക്കെ ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ടാവും, എല്ലാം വാങ്ങും, നല്ലോണം നടന്ന് തിന്നും ചെയ്യും. ഇവർക്ക് ഇഷ്ടമുള്ളതൊന്നും വാങ്ങി കൊടുക്കില്ല, ഓളെ പുറത്തേക്ക് കൊണ്ടുപോകില്ല. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അത് എന്നെ അങ്ങനെ കൊണ്ടാകാൻ മാത്രം ഒന്നും ഉള്ളത് എൻ്റെ അടുത്തില്ല എന്നാണ് പറയാം. ചിലപ്പോൾ അങ്ങനെ കൊണ്ടാകാൻ മാത്രമല്ല, ചിലപ്പോൾ സൗന്ദര്യം കുറവായിരിക്കും. ചിലപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ നോക്കിക്കൂടെ, ഞാൻ സൗന്ദര്യം കുറവായിരിക്കും. അല്ലെങ്കിൽ പ്രസവിച്ച് ഓനെ കുട്ടികളെ കൊടുത്ത് ഒളുക്കോലത്തിലായതേ ഓളെ സൗന്ദര്യം ഇവന് ഊറ്റി കൂട്ടി ചിലപ്പോൾ ഓനയിക്കാരം, ഓനാ ബോധം ഉണ്ടാവില്ല. കൊണ്ടപ്പോൾ നല്ല ഓൻ്റെ കണ്ണിന് പറ്റിയോണ്ടല്ലേ ഓളെ സ്വീകരിച്ചത്, അല്ലേ മാപ്രബന്ധിച്ചിട്ടാ അല്ലല്ലോ. അവനാ പോയി കണ്ട് ഇഷ്ടപ്പെട്ടല്ലേ പിന്നെ വാപ്പിയമ്മയൊക്കെ പോയി കാണുന്നത് അല്ലേ, കണ്ട് ഇഷ്ടപ്പെട്ട. അപ്പോൾ ഓൻ്റെ കണ്ണ് സൗന്ദര്യം. ഇപ്പോൾ ഓള് ചൊറുക്ക് പോരാൻ തോന്നിയത് എന്തുകൊണ്ടാ? ഓളെ ചൊറുക്ക് കൊടുക്കേ പോയി, ഓളെ ചൊറുക്ക് മുഴുവൻ ആസ്വദിച്ചതാരാ? പെണ്ണിൻ്റെ ചൊറുക്ക് ആസ്വദിക്കലാരാ? പെണ്ണിൻ്റെ ചൊറുക്ക് ഭർത്താവ് മാത്രം, വേറൊരാളും പെണ്ണിൻ്റെ ചൊറുക്ക് ആസ്വദിച്ചിട്ടില്ല. ഇത് ഖുർആനാണ് ഞാനീ പറഞ്ഞത്. പെണ്ണ് സൗന്ദര്യം പ്രകടിപ്പിക്കേണ്ടത് ആരെ മുന്നിൽ മാത്രം? ഭർത്താവിന് മുന്നിൽ. അപ്പം ഈ പെണ്ണിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചത് ആരാ? ഭർത്താവ് മാത്രം. അപ്പം ഇവൾ ഇന്ന് സൗന്ദര്യം പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരനാരാ? പിന്നെ നോക്ക് ചൊറുക്ക് വരാറുണ്ട്. 3 പെറ്റപ്പള ചൊറുക്ക് കുറഞ്ഞത് പറ്റൂല. നമ്മളെ ഭാര്യമാർ, നമുക്ക് 50, 60 വയസ്സ്, 70 വയസ്സായി, നമ്മളെ പെണ്ണുങ്ങൾക്ക് 65 വയസ്സായി, നമ്മളെ കണ്ണിൽ ഇപ്പോഴും സുന്ദരി ആരാ? അങ്ങനെ പാട്ടില്ല ഇപ്പോൾ. എൻ്റെ കണ്ണിൽ സുന്ദരി ആരാ? ഏറ്റവും വലിയ സുന്ദരി ആരാ? എൻ്റെ കണ്ണിൽ ഏറ്റവും വലിയ സുന്ദരി എൻ്റെ ഭാര്യ ആയിരിക്കണം. എൻ്റെ ഇസ്ലാമ, ഞാൻ ദീനാ സഹോദരങ്ങളെ പറഞ്ഞത്, എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഏറ്റവും വലിയ സുന്ദരി ആരായിരിക്കണം? എൻ്റെ ഭാര്യ ആയിരിക്കണം. അത് എനിക്ക് തോന്നാത്ത കാലത്തോളം ഞാൻ ആ പെണ്ണിനോട് ചെയ്യുന്ന അനീതിയാണ്. എൻ്റെ കണ്ണിൽ ഏറ്റവും വലിയ സുന്ദരി എത്ര വയസ്സായിക്കണമെങ്കിലും ശരി എൻ്റെ ഭാര്യ ആയിരിക്കണം. 60 വയസ്സ്, 70 വയസ്സായി, പല്ലൊക്കെ പോയി, പല്ലൊന്നുമില്ല തൊള്ളിയിൽ, ശരീരമൊക്കെ ചുളിഞ്ഞു, എന്നാൽ പോലും എൻ്റെ കണ്ണിൽ സുന്ദരി മരിക്കണത് വരെ ആരായിരിക്കണം? എൻ്റെ പെണ്ണായിരിക്കണം. അവിടെയാണ് ഇസ്ലാമുള്ളത്, ദീൻ അവിടെയുള്ളത്. അപ്പോൾ ചില ആൾക്കാർ അങ്ങനെ ഉണ്ട് പെണ്ണുങ്ങൾക്ക്. അപ്പം ഈ ഒരു
പിന്നെ ഒരു 1000-2000 സാധനം പെണ്ണിന് കൊണ്ടു കൊടുക്കാൻ പറ്റിയ ഒരാൾ 10 റുപ്യേൻ്റെ മുട്ടായിട്ട് പോയിരുന്നാ പറഞ്ഞത്. അത് മഅറൂഫ് ആവൂല. മനസ്സിലായി? അവൾക്ക് റിസ്ക്കും കിസ്വത്തും കൊടുക്കണം, ബിൽ മാന്യമായ നില, അന്തസ്സായ നിലയിൽ കൊടുക്കണം. അതാ പ്രസവിച്ചോള് ഓളെ പെരി കിടക്കുന്നുണ്ട്, അപ്പോൾ ആണ് കയറി ചെല്ലുമ്പം ആ 2 കൈയും പാൻറ്റിൻ്റെ കീസിലിട്ടാണ് പോകരുത്. ആൾക്കാർ അങ്ങനെ ഇതൊക്കെ ഞാൻ എന്താ പറയണത്, എനിക്ക് ഇത് പറയാൻ എനിക്ക് കഴിയണമെന്ന് അറിയാം. എനിക്ക് കുറേ ഈ കല്യാണ കേസുകൾ കൈകാര്യം ചെയ്ത അനുഭവം ഉള്ളൂ, എനിക്ക് പറയാൻ പറ്റും. ചില ആൾക്കാരൊക്കെ പരാതികൾ മസ്ലഹത്തിരിക്കും, പരാതി പറയുമ്പോൾ പറഞ്ഞ വാക്ക് നാടൻ വർത്താനം ഇതൊക്കെ. ഓൻ പെരീക്ക് വരുന്ന കോലം കണ്ട പെണ്ണിൻ്റെ ഭാര്യ ഭർത്താവ് വരുന്ന ഓന് പാൻറ്റ് ഇൻസൈഡും ചെയ്തിട്ട് വരും. പറഞ്ഞു പാൻറ്റ് ഇൻസൈഡും ചെയ്ത് ഒരു പെരീക്ക് വരുന്ന കോല പാൻറ്റ് ഇൻസൈഡും ചെയ്ത് 2 കൈയും പാൻറ്റിൻ്റെ കീസിൽ 2 കൈ ഇട്ട വരല്ലേന്ന്. അതിൻ്റെ അർത്ഥം എന്താ? അവിടെ ഈ പെണ്ണിൻ്റെ അഞ്ചത്തികളൊക്കെ നാളിയാങ്ക വരുന്ന നോക്കിയിട്ടുണ്ടാവും. കയ്യിലൊന്നും ഉണ്ടാവില്ല, കയ്യിലൊരു ഗിഫ്റ്റ് ആയിട്ട് പോകണം. ഹദിയൻ്റെ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞ ഓർമ്മല്ലേ? നിങ്ങളെ നോട്ട് ബുക്കിലുണ്ടാവും ഹദിയ, നിയമങ്ങളൊക്കെ പറഞ്ഞേ. അത് ഉള്ളത് മതി. ഒരു മിഠായിൻ്റെ പാക്കറ്റെങ്കിലും, ചെറിയ മിഠായി പോക്കറ്റിലിട്ടൊന്ന് പോവുക. മനസ്സിലായി പറഞ്ഞത്? അത് ഉള്ളത് എന്താണ്, ഉള്ളതിനനുസരിച്ച് മാന്യമായിട്ട് പെണ്ണിന് കൊടുക്കണം. ഇതൊന്നും എന്തല്ല, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ, അള്ളാഹ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമല്ല അള്ളാഹു ചെയ്യണതെന്നാ അള്ളാഹു പറയുന്നതെന്നാണ് അള്ളാഹു പറയണത്. ഇനി അതിന് ശേഷം അള്ളാഹു പറഞ്ഞു എന്താണ്? ലാ തുളാറ വാലിദത്തുൽ വാലിദിഹ. ഇനി അതിൻ്റെ പേരിൽ ഒരു വാപ്പയും ഉപദ്രവിക്കപ്പെടാൻ കാരണമാവരുത്. വലാ മൗലൂദു ലഹു ബി വലദിഹി. ഒരു കുട്ടിൻ്റെ പേരിൽ ഒരു ഉമ്മയും ദ്രോഹിക്കപ്പെടാൻ കാരണമാവരുത്. ഒരു കുട്ടിൻ്റെ പേരിൽ ഒരു വാപ്പയും ദ്രോഹിക്കപ്പെടാൻ കാരണമാകരുത്. പിന്നീട് ഇതൊന്നും എന്താവരുത്, ഒരു പ്രശ്നമായി, ഒരു അകൽച്ചയുടെ കാരണമായി, ഒരു പ്രയാസമായി, ഒരു പ്രശ്നമായി വരാൻ പാടില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്.